നിങ്ങൾ ഒരു മുറിയിൽ കണ്ണു തുറക്കുന്നു. നിങ്ങളുടെ പേര് എന്താണെന്നോ നിങ്ങൾ എവിടെയാണെന്നോ നിങ്ങൾക്കറിയില്ല. തൊട്ടടുത്ത് 2 മൃതദേഹങ്ങൾ. ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് നമ്മൾ ഇതുവരെ കാണാത്ത ഏതോ ഒരു നക്ഷത്ര സമൂഹം. നിങ്ങൾ ഭൂമിയിൽ നിന്നും കോടിക്കണക്കിന് കിലോമീറ്റർ അകലെയാണ്. കൂട്ടിന് ആരുമില്ല, ഓർമ്മകളില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഭൂമിയെ രക്ഷിക്കാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. ഇതാണ് പ്രൊജക്റ്റ് ഹെയിൽ മേരി. ആൻഡി വിയറിൻ്റെ വിഖ്യാത നോവലും ഇപ്പോൾ പുറത്തിറങ്ങിയ റയാൻ ഗോസ്ലിംഗ് ചിത്രവും. ഈ 2026-ൽ സയൻസ് ഫിക്ഷൻ പ്രേമികൾ ആഘോഷിക്കുന്ന ഈ കഥയെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. കഥയിലേക്ക് കടക്കുമ്പോൾ, സൂര്യൻ്റെ ഊർജം വലിച്ചെടുക്കുന്ന ആസ്ട്രോഫേജ് എന്നൊരു സൂക്ഷ്മജീവി കാരണം ഒരു ഭൂമി ഒരു മഞ്ഞുയുഗത്തിലേക്ക് നീങ്ങുകയാണ്. ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ അയക്കപ്പെട്ട ശാസ്ത്രജ്ഞനാണ് റയൻ ഗ്രേസ്. അതായത് റയാൻ ഗോസ്ലിംഗ് അവതരിപ്പിച്ചിരിക്കുന്ന ക്യാരക്ടറിൻ്റെ പേരാണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇതൊരു ചാവേർ ദൗത്യമാണ്, ഒരു തിരിച്ചുവരവുമില്ലാത്ത യാത്ര. തൻ്റെ ഓർമ്മകൾ ഓരോന്നായി തിരികെ കിട്ടുമ്പോഴാണ് എത്രത്തോളം അപകടകരമായ സാഹചര്യത്തിലാണ് താൻ ഉള്ളതെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നത്. കഥയിലെ സയൻസ് വളരെ കൃത്യമാണ്, എന്നാൽ അത് ബോറടിപ്പിക്കാത്ത രീതിയിൽ നമ്മളെ അവതരിപ്പിച്ചു എന്നതാണ് ഈ കൃതിയുടെ വിജയം. നമുക്കിനി ചില വിശേഷങ്ങളിലേക്ക് കടക്കാം. സിനിമയുടെ ഇതിലേക്ക് വന്നാൽ റയൻ ഗോസ്ലിംഗ് തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഒറ്റയ്ക്കൊരു സിനിമയെ എങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് അദ്ദേഹം വീണ്ടും തെളിയിച്ചു. ഇതിനു മുമ്പും നമ്മൾ ചില സിനിമകൾ കണ്ടതാണ്. ബ്ലേഡ് റണ്ണർ 2047 എന്ന സിനിമയിൽ സംവിധായകരായ ലോർഡ് ആൻഡ് മില്ലർ പുസ്തകത്തിലെ സങ്കീർണമായ സയൻസിനെ വളരെ ലളിതമായും രസകരമായും സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റോക്കിയാണ്. ആരാണ് റോക്കി എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ സിനിമയിലെ ഈ വിഷ്വൽ എഫക്ട്സ് നിങ്ങൾ സ്ക്രീനിൽ തന്നെ കാണണം. ഒരു അന്യഗ്രഹ ജീവിയും മനുഷ്യനും തമ്മിലുള്ള സൗഹൃദം ഇത്ര മനോഹരമായി അടുത്ത കാലത്തൊന്നും ഒരു സിനിമയിലും വന്നിട്ടില്ല. ഇനി നമുക്ക് പുസ്തകവും സിനിമയുമായിട്ടുള്ള താരതമ്യം ചെയ്യാം. പ്രധാന ചോദ്യം, പുസ്തകമാണോ സിനിമയാണോ മികച്ചത്? നിങ്ങൾ സയൻസ് ഡീറ്റെയിൽസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ പുസ്തകം നിങ്ങൾ അത്ഭുതപ്പെടുത്തും. എന്നാൽ വൈകാരികമായ വശങ്ങൾക്കും വിഷ്വൽ അനുഭവത്തിനും സിനിമ തന്നെയാണ് മുന്നിൽ. സിനിമയിൽ ചില സയൻസ് ഭാഗങ്ങൾ വെട്ടിച്ചുരുക്കിയിട്ടുണ്ടെങ്കിലും കഥയുടെ ആത്മാവ് നഷ്ടപ്പെട്ടിട്ടില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ, നിങ്ങളൊരു സയൻസ് ഫിക്ഷൻ ആരാധകനാണെങ്കിൽ പ്രൊജക്റ്റ് ഹെയിൽ മേരി മിസ് ചെയ്യരുത്. എൻ്റെ റേറ്റിംഗ് 5-ൽ 4. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ റോക്കിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.